Hi students, welcome back to Social Science Classroom. We are discussing the last and the 13th chapter, A Glimpse of India. A Glimpse of India. In this chapter, last we discussed about the physiography of India. The physiography of India can be divided into four types: the northern mountain region, the North Indian plain, the peninsular plateau, the coastal plains and islands that we have discussed. Today we are going to next subheading rivers in India. Rivers in India. ഇന്ത്യയിലെ നദികൾ എന്നുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. Okay, let us read. From the ancient time, the people of India have always selected river valleys for their settlement. പുരാതന കാലം മുതൽ തന്നെ ആളുകൾ അവരുടെ താമസത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത് നദീതീരങ്ങളായിരുന്നു. Rivers have a profound role in flourishing agriculture and in evolving an agro-based culture in India. ഇന്ത്യയിലെ കൃഷി മെച്ചപ്പെടുന്നതിലും ഒരു കാർഷിക സംസ്കാരം വളർത്തിക്കൊണ്ടുവരുന്നതിലും നദികൾക്ക് വലിയ പങ്കുണ്ട്. യു ഹാവ് ഓൾറെഡി ലേൺഡ് ദ അഡ്വാൻറ്റേജസ് ഓഫ് റിവർ. നദികളുടെ നേട്ടം, നദികൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാവുന്നതാണ്. ഓക്കെ, ദെൻ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ. The picture above is of Varanasi town on the banks of river Ganga. ഗംഗാ നദിക്കരയിലുള്ള വാരാണസി പട്ടണത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. What could have been the influence of river Ganga in the evolution of Varanasi town? വാരാണസി നഗരം മാറി വന്നതിൽ, അത് പുരോഗമിച്ച് വന്നതിൽ ഗംഗാ നദിക്കുള്ള പ്രാധാന്യം എന്താണെന്ന് പറയാൻ പറ്റുമെന്നുള്ളതാണ് അല്ലേ. വാരാണസി ഒരു പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ്. അത് ഗംഗ ഒരു വിശുദ്ധ നദിയായിട്ട് കരുതുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗംഗയിൽ മുങ്ങാൻ വരുന്ന ആളുകൾ, ഗംഗയിൽ കുളിക്കാൻ വരുന്ന ആളുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് നഗരം തന്നെ വികസിച്ചിട്ടുള്ളത്. അപ്പോൾ വാരാണസി പട്ടണം വികസിക്കാനുള്ള കാരണം തന്നെ എന്താണ്? റിവർ ഗംഗയാണ്. The important source of water in North India are the Indus, the Ganga and the Brahmaputra rivers. ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസേചന ഉറവിടം എന്ന് പറയുന്നത് തന്നെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളാണ്. The rivers that originate from the Himalayas are known as the Himalayan rivers. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ പൊതുവെ പറയുന്നത് എന്ത് പേരിലാണ്? ഹിമാലയ നദികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ ഹിമാലയൻ നദികൾ എന്നാണ് പറയുന്നത്. As they originate from the snow-clad mountains, they are perennial rivers. എന്താണ്? അവ മഞ്ഞുരുകി വരുന്നത് കൊണ്ട് തന്നെ, ഹിമാലയത്തിൻ്റെ മുകൾ ഭാഗം മഞ്ഞായി കിടക്കുന്നത് കൊണ്ട്, മഞ്ഞുരുകി വരുന്നത് കൊണ്ട് തന്നെ ഹിമാലയ നദികൾ എന്താണ്? വറ്റാത്ത നദികളാണ്, അഥവാ ജലസമൃദ്ധമായി ഒഴുകുന്ന നദികളാണ്, പെരന്യൽ റിവേഴ്സാണ്. അതിൽ മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ അതിലെന്തുണ്ടാകും? വെള്ളമുണ്ടാകും. കാരണം വേനൽക്കാലത്ത് മഞ്ഞുരുകിയ വെള്ളവും മഴക്കാലത്ത് മഴ പെയ്ത വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വറ്റാത്ത നദികളാണ് ഹിമാലയൻ നദികൾ. ദാറ്റ് മീൻസ് പെരന്യൽ റിവേഴ്സ്. The North Indian plains are formed by the deposition of alluvium brought by the Himalayan rivers. ഹിമാലയൻ നദികൾ വഹിച്ചു കൊണ്ടുവന്ന അലൂവിയം ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ രൂപപ്പെട്ടിട്ടുള്ളത്, അഥവാ ഇന്ത്യൻ മഹാസമതലം രൂപപ്പെട്ടിട്ടുള്ളത്. Observe the map and identify the state through which the rivers flow and the ocean which they join. എന്താണ്? ഭൂപടം നോക്കിയിട്ട് ഭൂപടത്തിൽ നിന്ന് ഈ നദികൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ഏതൊക്കെ സംസ്ഥാനത്തിലൂടെയാണ് ഈ നദികൾ ഒഴുകുന്നത്, ഏത് സമുദ്രത്തിൽ ചെന്നാണ് ഇത് ചേരുന്നത് എന്നുള്ളതൊക്കെ എഴുതാനാണ്. അപ്പോൾ 3 കോളമാക്കിയിട്ട് എഴുതാം. ഒന്നാമത്തിൽ ആ നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു,
അതുപോലെ തന്നെ ഏതൊക്കെ സംസ്ഥാനത്തിലൂടെ നദി ഒഴുകുന്നുണ്ട്, അതുപോലെ എവിടെ ചെന്ന് ചേരുന്നു എന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ. ഈ ചിത്രം നോക്കിയാൽ കിട്ടും അല്ല. ഉണ്ടോ ഇൻഡസ് റിവർ, ഏറ്റവും മുകളിൽ കാണിക്കുന്ന ഇൻഡസ് റിവർ അല്ലേ. ഇൻഡസ് റിവർ ഇവിടെ ടിബറ്റിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അത് ഒഴുകുന്ന ഒരേ ഒരു സ്റ്റേറ്റ് ജമ്മു കാശ്മീരിലൂടെ മാത്രമാണ് ഒഴുകുന്നത്. പിന്നീട് പാകിസ്ഥാനിലേക്ക് കിടക്കുകയാണ്. ദെൻ ചെന്ന് ചേരുന്ന നദി ഏതാണ്? ചെന്ന് ചേരുന്ന ഓഷൻ ഏതാണ്? അറബിക്കടലിലാണ് ആ നദി ചെന്ന് ചേരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റും അതുപോലെ എവിടെയാണ് ചെന്ന് ചേരുന്നത് എന്ന് എഴുതിയാൽ മതി. ഏതൊക്കെ സ്റ്റേറ്റിലൂടെ ഒഴുകുന്നുണ്ട്, എവിടെയാണ് ചെന്ന് ചേരുന്നത്, 2 കോളമാക്കി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഏതൊക്കെ സ്റ്റേറ്റിലൂടെ നദി, ഇപ്പോൾ ഇൻഡസ് എഴുതണം, അതേപോലെ ഗംഗ, ബ്രഹ്മപുത്ര 3 നദികളും നിങ്ങൾ അതേപോലെ എഴുതണം. ഓക്കെ. ദെൻ the rivers that originate from the peninsular plateau are known as the peninsular rivers. പെനിൻസുലാർ പ്ലാറ്റ്യൂ റീജിയനിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ പറയുന്ന പേരാണ് പെനിൻസുലാർ റിവേഴ്സ്. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. പെനിൻസുലാർ പ്ലാറ്റ്യൂ റീജിയനിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദികളെ പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയുന്നു. The major peninsular rivers are the Godavari, the Mahanadi, the Krishna, the Kaveri, the Narmada and the Tapti. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ പെനിൻസുലർ റിവേഴ്സ് ഏതൊക്കെയാണ്? ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇതൊക്കെയാണ് പെനിൻസുലർ റിവേഴ്സ്. ആസ് ദിസ് റിവേഴ്സ് ആർ റെയിൻ ഫെഡ്, ദേ ആർ നോൺ പെരന്യൽ. ഈ നദികളുടെ പ്രത്യേകത എന്താണ്? ഇത് റെയിൻ ഫെഡ് ആണ്. മഴ പെയ്യുമ്പോഴാണ് ഈ നദികളിലേക്ക് വെള്ളം എത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ആർ നോൺ പെരന്യൽ, അഥവാ വറ്റുന്ന നദികളാണ്, ജലസമൃദ്ധമായി ഒഴുകാത്ത നദികളാണ്. മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ധാരാളം ഉണ്ടാകും, ചിലപ്പോൾ ഫ്ലഡ് ഉണ്ടാകും. എന്നാൽ മഴ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നദികളിൽ വെള്ളം കുറയും. അതോടൊപ്പം തന്നെ എന്താകും? നദികളെ വറ്റിപ്പോവാനും സാധ്യതയുള്ള നദികളാണ് പെനിൻസുലർ റിവേഴ്സ്. Observe the map and classify the peninsular rivers on the basis of the ocean which they join. ഈ നദികളെ ഭൂപടം നോക്കിയിട്ട്, ഇപ്പം നമ്മളിവിടെ പറഞ്ഞ നദികളില്ലേ, ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി, ഇങ്ങനെയുള്ള നദികളുണ്ട്, ഉപദ്വീപീയ നദികൾ, പെനിൻസുലർ റിവേഴ്സ്. ഇത് ഏത് സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ഇതിനെ തരം തിരിക്കണം. അറബിക്കടലിൽ ചെന്ന് ചേരുന്ന നദികളുണ്ട്, അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്ന നദികളുണ്ട് അല്ലേ. ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നോക്കാം, നർമ്മദ, താപ്തി ഒക്കെ എവിടെയാണ്? അറബിക്കടലിൽ ചെന്ന് ചേരുന്ന നദികളാണ്. അതേസമയത്ത് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ഒക്കെ എവിടെയാണ്? ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ചേരുന്ന നദികളാണ്. ഓക്കെ. അപ്പോൾ അതിനെ തരംതിരിക്കാൻ, അറബിക്കടലിൽ ചെന്ന് ചേരുന്ന നദികളെ തരംതിരിക്കാൻ, അറബിക്കടലിൽ ചെന്ന് ചേരുന്നതാണ് നർമ്മദ, താപ്തി. ദെൻ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്നതാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ തരംതിരിച്ചിട്ട് ഇതുപോലെ പട്ടികയായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, സോയിൽ ടൈപ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മണ്ണിനങ്ങൾ. സോയിൽ ടൈപ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ മണ്ണിനങ്ങൾ. യു ഹാവ് ലേൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ ഇൻ പ്രീവിയസ് ചാപ്റ്റർ. മണ്ണിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സോയിൽ പ്ലേസ് എ കൺസിഡറബിൾ റോൾ ഇൻ മേക്കിംഗ് ഇന്ത്യ ആൻ അഗ്രികൾച്ചറൽ കൺട്രി. ഇന്ത്യയെ ഒരു കാർഷിക രാജ്യമാക്കി മാറ്റുന്നതിൽ ഇന്ത്യയിലെ മണ്ണിനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഡൈവേഴ്സ് സോയിൽ ടൈപ്പ് എയ്ഡ് ദ ഗ്രോത്ത് ഓഫ് ഡൈവേഴ്സ് ക്രോപ്സ്. വ്യത്യസ്ത മണ്ണിനങ്ങൾ വ്യത്യസ്ത വിളകൾ വളരുന്നതിന് സഹായിക്കുന്നുണ്ട്. ഒബ്സർവ് ദ മാപ്പ് 13.3 ആൻഡ് ഐഡൻറ്റിഫൈ ദ ഇമ്പോർട്ടൻറ്റ് സോയിൽ ടൈപ്സ് ഓഫ് ഇന്ത്യ. ഈ ഭൂപടം നോക്കിയിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പച്ച കളറിൽ കാണിച്ചിരിക്കുന്നത് അലൂവിയൽ സോയിലാണ് അല്ലേ. പ്രധാനമായും നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനിലാണ് എന്ത് കാണപ്പെടുന്നത്? അലൂവിയൽ സോയിൽ കാണപ്പെടുന്നത്. വളരെ ഫലഭൂഷ്ടമായ മണ്ണാണെന്ത്? അലൂവിയൽ സോയിൽ. ആ പ്രദേശത്ത് അലൂവിയൽ സോയിൽ കൂടുതൽ ഉണ്ടാകാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? ഹിമാലയ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അലൂവിയൽ ഡെപ്പോസിറ്റ് കൊണ്ടാണ് ആ പ്രദേശം തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. ഇതിനടുത്ത് കറുത്ത മാർക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ബ്ലാക്ക് സോയിലാണ്.
കറുത്ത കറുത്ത നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ബ്ലാക്ക് സോയിലാണ്, കറുത്ത മണ്ണ്. ഡെക്കാൻ പ്ലാറ്റിയോ റീജിയനിലാണ് കൂടുതലായിട്ട് എന്ത് കാണപ്പെടുന്നത്? ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്നത്. അഥവാ പെനിൻസുലർ പ്ലാറ്റിയോ റീജിയനിലെ പ്രധാനപ്പെട്ട സോയിൽ ടൈപ്പാണ് ബ്ലാക്ക് സോയിൽ. ദെൻ ഡെസേർട്ട് സോയിൽ അല്ലേ, അടുത്ത ഈ കളർ ഇവിടെ ചെക്ക് ചെയ്താൽ ഡെസേർട്ട് സോയിൽ. ഇവിടെ രാജസ്ഥാൻ്റെ ഭാഗത്താണ് എന്തുള്ളത്? ഡെസേർട്ട് സോയിൽ ഉള്ളത്, മരുഭൂമി മണ്ണ് എന്ന് പറയും. ദെൻ ലാറ്ററൈറ്റ് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ അല്ലേ, ചെങ്കൽ മണ്ണ് എന്ന് പറയാം. ചെങ്കൽ മണ്ണ് ലാറ്ററൈറ്റ് സോയിൽ അല്ലേ. ഇവിടെ ഈ കേരളത്തിൻ്റെ ഈ പടിഞ്ഞാറൻ തീരത്തോട് ചേർന്നിട്ടാണ് കൂടുതൽ എന്ത് കാണപ്പെടുന്നത്? ലാറ്ററൈറ്റ് സോയിൽ കാണപ്പെടുന്നത്. കേരളത്തിലൊക്കെ എന്തുണ്ട്? ലാറ്ററൈറ്റ് സോയിലുണ്ട്. ദെൻ മൗണ്ടെയിൻ സോയിൽ അല്ലേ, ഇവിടെ ഏറ്റവും ടോപ്പിൽ ഹിമാലയത്തിൻ്റെ ഭാഗം നോക്കിയാൽ ആ കാണുന്ന കളർ എന്താണ്? മൗണ്ടെയിൻ സോയിലാണ് അല്ലേ, പർവ്വത മണ്ണ് എന്ന് പറയാം. ദെൻ റെഡ് സോയിൽ, ഇതിൻ്റെ ഇടയ്ക്ക് കൂടുതലുള്ളത് എന്താണ്? റെഡ് സോയിലാണ്. മൊത്തത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതലുള്ളത് റെഡ് സോയിലാണ്, ചെമ്മണ്ണ് എന്ന് പറയും അല്ലേ, ചുവന്ന മണ്ണ്, ചെമ്മണ്ണ്, റെഡ് സോയിൽ. ധാരാളം ഇരുമ്പിൻ്റെ അംശം അടങ്ങിയിരിക്കുന്ന മണ്ണാണ് ചുവന്ന മണ്ണ്. ഇരുമ്പിൻ്റെ അംശമുള്ളത് കൊണ്ടാണ് അതിനെന്ത് കളർ വന്നിട്ടുള്ളത്? ചുവപ്പ് കളർ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഇവിടെ താഴെ എടുത്ത് എഴുതണം. ഏതൊക്കെയുള്ളത്? അലൂവിയൽ സോയിലുണ്ട്, ബ്ലാക്ക് സോയിലുണ്ട്, പിന്നെ ഡെസേർട്ട് സോയിലുണ്ട്, ലാറ്ററൈറ്റ് സോയിലുണ്ട്, മൗണ്ടെയിൻ സോയിലുണ്ട്. ഓക്കെ, ഇവിടെ എടുത്ത് എഴുതണം. The alluvial soil in North Indian plain and other river valleys is the most fertile one. അലൂവിയൽ സോയിലാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ മറ്റു റിവർ ബാങ്കുകളിൽ കാണപ്പെടുന്ന അലൂവിയൽ സോയിലാണ് ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണ്. Our river valleys rich in alluvial soil have long been a lush agricultural region. നമ്മുടെ നദീതീരങ്ങളെല്ലാം തന്നെ അലൂവിയൽ സോയിൽ കൊണ്ട് സമ്പുഷ്ടമായതുകൊണ്ട് തന്നെ നമ്മളുടെ നദീ ബേസുകളൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട കൃഷിയിടങ്ങളായിട്ടാണ് നിലനിൽക്കുന്നത്. The black soil of the peninsular plateau is ideal for cultivation of cotton, sugar cane, etc. അല്ലേ, നേരത്തെ നമ്മൾ കണ്ട കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിൽ അത് എവിടെയാണ് കാണപ്പെടുന്നത്? പെനിൻസുലർ പ്ലാറ്റ്യൂ റീജിയനിലാണ് ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്നത്. അത് എന്തിന് അനുയോജ്യമാണ്? ഷുഗർ കെയിൻ കൃഷിക്കും അതുപോലെ തന്നെ കോട്ടൺ കൃഷിക്കും വളരെ അനുയോജ്യമായ മണ്ണാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. കോട്ടൺ കൃഷിക്കും ഷുഗർ കെയിൻ കൃഷിക്കുമൊക്കെ വളരെ അനുയോജ്യമായ മണ്ണാണ് ബ്ലാക്ക് സോയിൽ. റെഡ് സോയിൽ ആൻഡ് ലാറ്ററൈറ്റ് സോയിൽ ആർ ദ അതർ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ഇൻ ദ പ്ലാറ്റ്യൂ റീജിയൻ. പീഠഭൂമി പ്രദേശത്തെ മറ്റു പ്രധാനപ്പെട്ട രണ്ട് മണ്ണിനങ്ങളാണ് ഏതൊക്കെയാണ്? റെഡ് സോയിലും അതുപോലെ തന്നെ ലാറ്ററൈറ്റ് സോയിലും. ദോ ലെസ് ഫെർട്ടൈൽ, അത് ഫലപുഷ്ടി കുറവാണെങ്കിലും ദ സോയിൽ ടൈപ്പ് ആർ യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ ബൈ സപ്ലിമെൻറ്റിങ് വിത്ത് മാനുവർ. അതിൽ ആവശ്യമായ വളം ചേർത്തുകൊണ്ട് ആ മണ്ണിന് എന്തിനു ഉപയോഗിക്കാം? കൃഷിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓരോ കൃഷിക്കും ആവശ്യമായ വളം അഡീഷണലായിട്ട് ചേർത്തുകൊണ്ട് ആ പ്രദേശത്തെ കൃഷി ചെയ്യാവുന്നതാണ്. ഇറിഗേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ അഗ്രികൾച്ചർ ഇൻ ദ ഡ്രൈ സോയിൽ ഓഫ് രാജസ്ഥാൻ ഡെസേർട്ട്. എന്നാൽ രാജസ്ഥാനിലെ വരണ്ട മണ്ണിൽ കൃഷി ചെയ്യണമെങ്കിൽ അവിടേക്ക് ജലസേചന സൗകര്യം ആവശ്യമാണ്. മൗണ്ടെയിൻ സോയിൽ ഈസ് ദ സോയിൽ ഫൗണ്ട് ഇൻ ഡെൻസ്ലി ഫോറസ്റ്റഡ് മൗണ്ടെയിൻ റീജിയൻസ് അല്ലേ. മൗണ്ടെയിൻ പർവ്വത ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എന്ത്? മൗണ്ടെയിൻ സോയിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിച്ച് ഇൻ ഹ്യൂമൻ കണ്ടൻറ്റ്. അതിൽ ധാരാളം ജൈവ അവശിഷ്ടങ്ങൾ അടങ്ങിയിട്ടുള്ള മണ്ണാണ് എന്ത്? മൗണ്ടെയിൻ സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സോയിൽ ടൈപ്പിനെ കുറിച്ച് പറയാനുള്ളത്. പ്രധാനപ്പെട്ട സോയിൽ ടൈപ്പ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് അതിൽ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഏതൊക്കെയാണ്? അലൂവിയൽ സോയിൽ, ബ്ലാക്ക് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, ഡെസേർട്ട് സോയിൽ, മൗണ്ടെയിൻ സോയിൽ, റെഡ് സോയിൽ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സോയിൽ ടൈപ്പ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്ലൈമറ്റ്, കാലാവസ്ഥ. ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ ഈസ് ഡൈവേഴ്സ്. ഇന്ത്യയുടെ കാലാവസ്ഥ വളരെ വൈവിധ്യമാണ്. ചിറാപുഞ്ചി which records the world's highest rainfall is in India. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി. ഈ ചിറാപുഞ്ചി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലാണ് ചിറാപുഞ്ചി ഉള്ളത്. ഡൽഹി ഷിവേഴ്സ് അണ്ടർ ദ ചില്ലിംഗ് കോൾഡ് ഓഫ് അറൗണ്ട് 0 ഡിഗ്രി സെൽഷ്യസ് ഡ്യൂറിങ് ദ വിൻ്റർ. ഡൽഹി വിൻ്ററിലെ 0 ഡിഗ്രി വരെ
താപനില കുറയുകയും അതുപോലെ തന്നെ തണുത്ത് വിറക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് ഡൽഹി. ഇറ്റ് ആൾസോ എക്സ്പീരിയൻസസ് ബേണിംഗ് ഹീറ്റ് ഓഫ് എബവ് 40 ഡിഗ്രി സെൽഷ്യസ് അറ്റ് ദ പീക്ക് ഓഫ് സമ്മർ. എന്നാൽ സമ്മറിൻ്റെ ലാസ്റ്റ് എത്തുമ്പോഴേക്കും 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില ഉണ്ടാവുകയും ചെയ്യുന്ന, ചുട്ടുപൊള്ളുകയും ചെയ്യുന്ന സ്ഥലമാണ് ഡൽഹി. അപ്പോൾ ഡൽഹി നോക്കിയാൽ തന്നെ ഇന്ത്യയുടെ വൈവിധ്യം മനസ്സിലാവും. വിൻ്ററിൽ 0 ഡിഗ്രിയിലേക്ക് താഴുകയും സമ്മറിൽ 40 ഡിഗ്രിയിലേക്ക് താപനില ഉയരുകയും ചെയ്യുന്ന സ്ഥലം. അത് ഇന്ത്യയിലെ കാലാവസ്ഥ വൈവിധ്യത്തിന് ഒരു ഉദാഹരണമാണ്. During the winter, the temperature of Kargil and Dras in Jammu and Kashmir falls low as -40 degrees Celsius. വിൻ്റർ സീസണിൽ ജമ്മു കാശ്മീരിലെ കാർഗിലും ഡ്രാസിലും ഒക്കെ എന്താണ് -40 ഡിഗ്രിയിലേക്കൊക്കെ അതിൻ്റെ താപനില താഴുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻ സ്പൈറ്റ് ഓഫ് സച്ച് ഡൈവേഴ്സിറ്റീസ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ ഈസ് ജനറലി നോൺ ആസ് ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ്. ഇങ്ങനെ ധാരാളം വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ കാലാവസ്ഥ പൊതുവെ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ട്രോപ്പിക്കൽ മൺസൂൺ കാലാവസ്ഥ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 3 ഡിസ്റ്റിങ്ക്റ്റ് സീസൺ ആർ ഐഡൻറ്റിഫൈഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 3 സീസണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഋതുക്കൾ, ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന 3 സീസണുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന്, ദ സമ്മർ സീസൺ, വേനൽക്കാലമാണ്. ദെൻ ദ വിൻ്റർ സീസൺ, ശൈത്യകാലമാണ്. ദെൻ ദ റെയിനി സീസൺ, മഴക്കാലമാണ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന 3 സീസണുകളാണ് സമ്മർ സീസൺ, വിൻ്റർ സീസൺ, റെയിനി സീസൺ. ഓക്കെ, ദെൻ ദ സമ്മർ സീസൺ. ഇനി സമ്മർ സീസൺ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ സമ്മർ സീസൺ അല്ലെങ്കിൽ ഇന്ത്യയിലെ വേനൽക്കാലം ഇൻ ഇന്ത്യ ഇസ് എക്സ്പീരിയൻസ്ഡ് ഫ്രം മാർച്ച് ടു മെയ്. മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് ഇന്ത്യയിൽ സമ്മർ, വേനൽ അനുഭവപ്പെടുന്നത്. ഡ്യൂറിങ് ദിസ് പീരിയഡ് നോർത്ത് ഇന്ത്യ എക്സ്പീരിയൻസസ് സിവിയർ ഹീറ്റ്. ഈ കാലഘട്ടത്തിൽ ഉത്തരേന്ത്യയിൽ ശക്തമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. സമ്മർ ഇസ് മിൽഡ് അലോങ് ദ കോസ്റ്റ് ഓഫ് സൗത്ത് ഇന്ത്യ ഓവിങ് ടു ഇറ്റ്സ് പ്രോക്സിമിറ്റി ടു സീ. സൗത്ത് ഇന്ത്യയിലെ സമ്മർ അത്ര തന്നെ ശക്തമായിട്ട് അനുഭവപ്പെടുന്നില്ല. സൗത്ത് ഇന്ത്യയിൽ അഥവാ കേരളം, തമിഴ്നാടൊക്കെ ഉൾപ്പെടുന്ന സൗത്ത് ഇന്ത്യ ഭാഗത്ത് സമ്മർ ചൂട് അത്ര തന്നെ ശക്തമായിട്ട് അനുഭവപ്പെടാറില്ല. അതിൻ്റെ കാരണം എന്താണ്? പ്രോക്സിമിറ്റി ടു സീ, സമുദ്ര സാമീപ്യമുള്ളത് കൊണ്ട് അത് അനുഭവപ്പെടുന്നില്ല. എന്തായിരിക്കും സമുദ്ര സാമീപ്യമുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാരണം? സമുദ്ര സാമീപ്യം ഉണ്ടാകുമ്പോൾ അവിടെ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യപ്പെടും. കരയിൽ ചൂട് കൂടുതലാണെങ്കിൽ കടലിൽ നിന്ന് തണുത്ത കാറ്റ് കരയിലേക്ക് അടിക്കും, അല്ലേ? കരയിൽ ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തണുത്ത കാറ്റ് കടലിലേക്ക് വീശിപ്പോകും. കടൽക്കാറ്റും കരക്കാറ്റും ഉള്ളത് കൊണ്ടാണ് ഇത് ബാലൻസ് ചെയ്യുന്നത്. ജനറലി ദ വോൾ ഓഫ് ഇന്ത്യ എക്സ്പീരിയൻസസ് ഡ്രോട്ട് ഡ്യൂറിങ് ദി പീരീഡ്. അങ്ങനെയൊക്കെയാണെങ്കിലും സൗത്ത് ഇന്ത്യയിൽ അതിന് തീവ്രത കുറവാണ് എങ്കിലും പൊതുവെ മാർച്ച് ടു മെയ് മാസങ്ങളിൽ ഇന്ത്യയിൽ പൊതുവെ സമ്മർ സീസണായിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. Through isolated summer rains are experienced in some regions. ചില സ്ഥലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട വേനൽ മഴ ലഭിക്കാറുണ്ട്. Then drought, a natural disaster. വരൾച്ച ഒരു പ്രകൃതി ദുരന്തമാണ്. വരൾച്ച ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി ദുരന്തമാണ്. നമുക്ക് drought is the situation of the severe water scarcity due to either the lack of rain or over exploitation of the water. drought എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തിൻ്റെ ദൗർബല്യമാണ്. ശക്തമായ ജലത്തിൻ്റെ ദൗർബല്യം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഡ്രോട്ട് എന്ന് പറയാം. വാട്ടർ സ്കേഴ്സിറ്റിക്കാണ് നമ്മൾ ഡ്രോട്ട് എന്ന് പറയാം. ഡ്യൂ ടു ദ ഐദർ ലാക്ക് ഓഫ് റെയിൻ, എന്തുകൊണ്ടാവാം വരൾച്ച ഉണ്ടാകുന്നത്? എന്തുകൊണ്ടൊക്കെ ആവാം? ഒന്നെങ്കിൽ മഴ കുറഞ്ഞത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഉള്ള വെള്ളത്തിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ടും വരൾച്ചയുണ്ടാവാം. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 1/3 ഓഫ് ഇന്ത്യ ഈസ് ഡ്രോട്ട് അഫക്റ്റഡ്. ഇന്ത്യയിലെ 1/3 ആളുകളെ എന്താണ് ഡ്രോട്ട് അഫക്റ്റഡ് ആണ് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ദ സിവിയറിറ്റി ഓഫ് ദിസ് ഡിസാസ്റ്റർ വിച്ച് കോസ് ക്രോപ്പ് ഫെയിലിയർ, scarcity of potable water
and can be reduced by എന്താണ് the severity of this disaster which cause crop failure. ഈ ദുരന്തത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിന്, വരൾച്ച കൊണ്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന്, അതുകൊണ്ടുണ്ടാകുന്ന വിള നാശം കുറയ്ക്കുന്നതിന്, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ദൗർബല്യം കുറയ്ക്കുന്നതിന് ക്യാൻ ബി റെഡ്യൂസ് ബൈ, അത് നമുക്ക് എങ്ങനെയെല്ലാം കുറച്ച് കൊണ്ടുവരാൻ പറ്റും? ലിങ്കിങ് വാട്ടർ, വെള്ളത്തെ ലിങ്ക് ചെയ്യുക. എങ്ങനെയാണ്? റിച്ച് റിവേഴ്സ് വിത്ത് വാട്ടർ, ഡെഫിഷ്യൻറ്റ് റിവേഴ്സ് ഓഫ് ഡ്രൈ റീജിയൻസ്. എന്താണ്? സമൃദ്ധമായി ഒഴുകുന്ന നദീജലത്തെ കനാലുകൾ വഴി വെള്ളം കിട്ടാത്ത ഭാഗങ്ങളിലേക്ക് എത്തിക്കുക. ദെൻ കൾട്ടിവേറ്റിംഗ് ഡ്രോട്ട് റെസിസ്റ്റൻ്റ് ക്രോപ്പ്. എന്താണ്? കൂടുതൽ വെള്ളം ആവശ്യമില്ലാത്ത, വെള്ളം വലിച്ചെടുക്കാത്ത വിളകൾ കൃഷി ചെയ്യാം. പ്രൊമോട്ടിംഗ് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ്, മഴവെള്ളം സംഭരിച്ച് വെക്കുന്നതിന് പരമാവധി എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് വരൾച്ചയുടെ രൂക്ഷത കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ദ വിൻ്റർ സീസൺ. The winter season in India is experienced from December to February. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഇന്ത്യയിലെ വിൻ്റർ അനുഭവപ്പെടുന്നത്. ഡ്യൂറിങ് ദിസ് പീരിയഡ് നോർത്ത് ഇന്ത്യ എക്സ്പീരിയൻസ് സിവിയർ കോൾഡ് ആൻഡ് സ്നോഫോൾ ഒക്കറിങ് അലോങ് ദ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ്. ഈ കാലഘട്ടങ്ങളിൽ ഉത്തരേന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിൽ ശക്തമായ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഹിമാലയ പർവ്വതത്തിൻ്റെ ചെരുവുകളിൽ മഞ്ഞു വീഴ്ചയും അനുഭവപ്പെടാറുണ്ട്. ദോ ജനറലി the atmosphere remain dry. Rainfall occur in Punjab and surrounding regions during this period. ഈ സമയത്ത് പഞ്ചാബിലും പഞ്ചാബിനോട് ചുറ്റുള്ള പ്രദേശങ്ങളിലും ചെറിയ രീതിയിൽ മഴയും ലഭിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ വീറ്റ് കൾട്ടിവേഷൻ. ഈ കാലാവസ്ഥ ഗോതമ്പ് കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. കമ്പയർഡ് ടു നോർത്ത് ഇന്ത്യ, വിൻ്റർ ഇസ് മിൽഡ് ഇൻ സൗത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വിൻ്റർ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ സൗത്ത് ഇന്ത്യയിൽ അനുഭവപ്പെടാറുള്ളൂ. നെക്സ്റ്റ് ദ റെയിനി സീസൺ, മഴക്കാലം. ദർ ആർ 2 റെയിനി സീസൺസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ 2 റെയിനി സീസണുണ്ട്, മഴക്കാലമുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഫ്രം ജൂൺ ടു സെപ്റ്റംബർ. അതിൽ ഒന്നാമത്തെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാലമാണ് ഒന്നാമത്തത്. റേഞ്ചസ് ഡ്യൂറിങ് ദിസ് സീസൺ ദ മൗണ്ടൻ റേഞ്ചസ് block the moisture laden winds blowing from the Indian Ocean and cause widespread rain all along the western coast, the northeastern states and along the foothill of the Himalayas. എന്താണ്? ഡ്യൂറിങ് ദിസ് സീസൺ, ഈ കാലഘട്ടത്തിൽ അഥവാ ജൂൺ ടു സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ദ മൗണ്ടൻ റേഞ്ചസ്, പർവ്വത നിരകളെ, ബ്ലോക്ക് ദ മോയ്സ്ചർ ലേഡൻ വിൻഡ്, എന്താണ്? ബാഷ്പീകരണ ജലാംശം കൂടുതലുള്ള കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. എവിടുന്ന് വരുന്നതാണ്? ബ്ലോയിങ് ഫ്രം ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വരുന്ന നീരാവിപൂരിതമായ കാറ്റുകളെ പർവ്വത നിരകൾ തടഞ്ഞു നിർത്തിയിട്ടാണ് മഴ കിട്ടുന്നത്. cause widespread rain all along the western coast. അതുകൊണ്ട് തന്നെ കൂടുതൽ മഴ കിട്ടുന്നത് വെസ്റ്റേൺ കോസ്റ്റിലാണ്, പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലാണ് വ്യാപകമായിട്ട് അതിൻ്റെ ഭാഗമായി മഴ കിട്ടുന്നത്. ആൻഡ് ദ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്, അതുപോലെ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴ ലഭിക്കുന്നു. എലോങ് ദ ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയത്തിൻ്റെ താഴ്വരകളിലും നന്നായിട്ട് മഴ കിട്ടുന്നു. അപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വീശുന്ന നീരാവിപൂരിതമായ കാറ്റിനെ പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുകയും പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിമാലയത്തിൻ്റെ താഴ്വരകളിലുമൊക്കെ ശക്തമായ മഴ ലഭിക്കുകയും ചെയ്യുന്നു. ദിസ് പീരീഡ് ഈസ് നോൺ ആസ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ. ഈ പീരീഡ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്നാണ് അറിയപ്പെടുന്നത്. ഇസ് ദ റെയിനിയസ്റ്റ് പീരീഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഇതാണ്. ഓക്കെ.
ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ടല്ലേ. ചിറാപ്പുഞ്ചി where rain ever end. ചിറാപ്പുഞ്ചി അവിടെ മഴ നിൽക്കാറില്ല. Then Cherrapunji is the village located in the southern slope of Kashi hills of Meghalaya. മേഘാലയയിലെ കാശി കുന്നിൻ്റെ സദേൺ സ്ലോപ്പിലുള്ള ഒരു ഗ്രാമമാണ് ചിറാപ്പുഞ്ചി. ആൾസോ നോൺ ആസ് സൊഹ്റ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. സൊഹ്റ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ചിറാപ്പുഞ്ചി ഇസ് ദ റെയിനിസ്റ്റ് റീജൻ ഇൻ ദ വേൾഡ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിറാപ്പുഞ്ചി. ദെൻ ഇവിടെ വായിക്കാം. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്, കുറച്ച് കാലങ്ങൾക്ക് ശേഷം, റെയിൻ സീസൺ ഈസ് ബാക്ക് ഫ്രം ഒക്ടോബർ ടു നവംബർ. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വീണ്ടും മഴക്കാലം വരികയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കഴിഞ്ഞിട്ട് പിന്നീട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വീണ്ടും മഴക്കാലം വരികയാണ്. നോൺ ആസ് ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. അതെന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ, വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഒക്ടോബർ ടു നവംബർ വരെയുള്ള മൺസൂൺ കാലം വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്നാണ് അറിയപ്പെടുന്നത്. The eastern coast of India receives the highest amount of rainfall, especially along the Tamil Nadu and Andhra Pradesh. എന്താണ്? വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ഇതിലൂടെ ഏറ്റവും കൂടുതലായിട്ട് മഴ ലഭിക്കുന്നത്. ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് അല്ലേ, കിഴക്കൻ തീര പ്രദേശങ്ങളിലാണ് വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ മഴ കിട്ടുന്നത്. അതിലൂടെ മഴ കിട്ടുന്ന പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങളാണ് ഇതൊക്കെ. തമിഴ്നാട്, ആന്ധ്രാപ്രദേശിലേക്കാണ് കൂടുതലായിട്ട് വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ ഭാഗമായിട്ട് മഴ ലഭിക്കുന്നത്. കേരള ആൾസോ റിസീവ്സ് ദിസ്. കേരളത്തിലും ഇത് ലഭിക്കാറുണ്ട്. നമ്മളിതിനെവിടെ തുലാവർഷം എന്നൊക്കെയാണ് പറയാറ് അല്ലേ. കേരളത്തിലെ ഈ മഴക്കാലത്ത് നമ്മൾ തുലാവർഷം എന്നാണ് പറയുക. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെ അഥവാ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മൺസൂൺ കാലത്തെ നമ്മളിവിടെ എന്താ പറയുക? കേരളത്തിലെ ഇടവപ്പാതി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ കേരളത്തിലും അതേപോലെ തന്നെ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും പ്രധാനമായും കിഴക്കൻ തീരപ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നത് വടക്കു കിഴക്കൻ മൺസൂണിലൂടെയാണ്. പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിലൂടെയാണ്. The next box ഉണ്ടല്ലേ, അഡീഷണൽ റീഡിംഗ്. When the flood threaten, അല്ലേ, വെള്ളപ്പൊക്കം ഒരു ഭീഷണിയായിട്ട് മാറുമ്പോൾ നമുക്ക് the flood occurring in different parts of the country during the rainy season is a threat to the both human life and agricultural land. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ജനങ്ങൾക്കും അതുപോലെ തന്നെ കൃഷിക്കും ഒക്കെ വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. The cause for flood in India are heavy rain during the monsoon. മൺസൂൺ കാലഘട്ടത്തിലെ ശക്തമായ മഴയാണ് ഇന്ത്യയിലെ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള കാരണം. കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് ഓൺ ദ റിവർ ബാങ്ക്സ്. നദീ തീരങ്ങളിൽ നിർമ്മിക്കുന്ന ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നത്. ആൻഡ് റിക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്. അതുപോലെ തന്നെ നെൽപ്പാടങ്ങൾ നികത്തുന്നത് ഒക്കെ എന്തിന് കാരണമാണ്? വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന്, വെള്ളപ്പൊക്കം രൂക്ഷമാകുന്നതിന് കാരണമാണ്. ദ പ്രിക്കോഷണറി സ്റ്റെപ്സ് ആൻഡ് മെഷേഴ്സ്. അതിൻ്റെ മുൻകരുതൽ നടപടികൾ ടു ചെക്ക് ആൻഡ് റെഡ്യൂസ് ദ ഡാമേജ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന അപകടം കുറയ്ക്കുന്നതിന് എന്തെല്ലാം മുൻകരുതലുകൾ നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. നോക്കുക, ഒന്ന് കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്. ഡാമുകൾ നിർമ്മിക്കുക. അതുപോലെ തന്നെ എഫോറസ്ട്രേഷൻ, വനങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഡിസ്കറേജിങ് ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻ ഇൻ അപ്പർ കോസ് റിവർ. നദിയുടെ മുകൾ ഭാഗങ്ങളിൽ വലിയ കൺസ്ട്രക്ഷൻ വരുത്തുന്നതിനെയൊക്കെ നമ്മൾ ഡിസ്കറേജ് ചെയ്യുക, അതിനൊക്കെ നിരുത്സാഹപ്പെടുത്താം. റീലൊക്കേറ്റിംഗ് പീപ്പിൾ ഫ്രം ഫ്ലഡ് എഫക്റ്റഡ് റീജിയൻ. വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റി താമസിപ്പിക്കുക. എസ്റ്റാബ്ലിഷിങ് ഏർലി വാർണിംഗ് സിസ്റ്റം. നേരത്തെ തന്നെ ആളുകൾക്ക് അതിൻ്റെ വാർണിംഗ് കൊടുക്കുന്ന ഒരു സിസ്റ്റം, വെള്ളം ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർണിംഗ് കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരിക. ഇതൊക്കെയാണ് വെള്ളപ്പൊക്കത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് ആനിമൽ ഡൈവേഴ്സിറ്റി. നാച്ചുറൽ വെജിറ്റേഷൻ, സസ്യങ്ങളും അതുപോലെ തന്നെ ആനിമൽ ഡൈവേഴ്സിറ്റി, വൈവിധ്യമാർന്ന മൃഗസമ്പത്തുമാണ് ഇനി നമ്മൾ പറയുന്നത്. നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് ആനിമൽ ഡൈവേഴ്സിറ്റി.
നോക്കാം. Haven't you noticed the features of the trees in the background of picture of the Kashmiri rural house depicted in the chapter? നമ്മൾ ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ തന്നെ ഒരു കശ്മീരിലുള്ള ഒരു വീടിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഹിമാലയ കുന്നുകളും കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതിൽ ആ വീടിൻ്റെ പിൻഭാഗത്ത് ചില മരങ്ങളുണ്ട്. ആ മരങ്ങൾ എന്തായിരുന്നു? ആ മരങ്ങൾ ദേവദാരു പൈൻ പോലെയുള്ള മരങ്ങളായിരുന്നു. നമ്മളിവിടെ ഒന്നും കാണാത്ത മരങ്ങളായിരുന്നു അല്ലേ? ദേ ആർ കോൺഫറസ് ട്രീസ്. അവ ദേവദാരു അല്ലെങ്കിൽ പൈൻ പോലെയുള്ള മരങ്ങളാണ്. കമ്പയർ ദ ഷേപ്പ് ഓഫ് ദ ട്രീസ് വിത്ത് ദാറ്റ് ഓഫ് ട്രീസ് ഇൻ യുവർ ലൊക്കാലിറ്റി. ആ മരത്തിൻ്റെ ഷേപ്പ് നമ്മുടെ നാട്ടിലുള്ള മരത്തിൻ്റെ ഷേപ്പുമായിട്ട് നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. നമ്മളിവിടെയുള്ള പ്ലാവ്, ചക്ക, ഇതിൻ്റെയൊക്കെ ഇത്തരം മരങ്ങളുമായിട്ടൊക്കെ നിങ്ങൾ ആ മരത്തിൻ്റെ ഷേപ്പ് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. ചില പ്രത്യേകതകൾ നമുക്കതിനകത്ത് കാണാൻ സാധിക്കും. The type of plant species that grow in accordance with the physical characteristics of an area, such as physiography, climate and soil type, are its natural vegetation. ഓരോ പ്രദേശത്തിൻ്റെയും ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി ഓരോ പ്രദേശത്തും പ്രത്യേകമായി വളരുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത്. ഓരോ പ്രദേശത്തിൻ്റെയും കാലാവസ്ഥ, മണ്ണിനങ്ങൾ, അതുപോലെ തന്നെ ഭൂപ്രകൃതി എന്നിവയ്ക്ക് അനുസൃതമായി ഓരോ പ്രദേശത്തും പ്രത്യേകമായി വളരുന്ന സസ്യങ്ങളെയാണ് നമ്മൾ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത്. ആനിമൽ സ്പീസീസ് ആൾസോ എക്സിബിറ്റ് ഡൈവേഴ്സിറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് ദ ക്ലൈമറ്റ്. ആനിമൽ സ്പീസീസും അല്ലേ, ജന്തുവർഗങ്ങളും തന്നെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി വ്യത്യസ്ത ഭാഗങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അല്ലേ? ഇവിടെ കാണപ്പെടാത്ത പല ജീവികളെയും നമുക്ക് തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ പോയി കാണപ്പെടാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടാത്ത പല ജീവികളെയും നമുക്ക് മരുഭൂമിയിൽ കാണപ്പെടാൻ പറ്റും. അപ്പോൾ ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് ഓരോ സ്ഥലത്തും എന്ത് ചെയ്യാം? പ്രത്യേകമായ വെജിറ്റേഷൻ, അതുപോലെ തന്നെ ആനിമൽ സ്പീസീസിനെ നമുക്ക് കാണാൻ സാധിക്കും. Let us examine the various natural vegetation and animal life of India. നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാച്ചുറൽ വെജിറ്റേഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ആനിമൽ ലൈഫ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. എന്താണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ്. നിത്യഹരിത വനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, വർഷം മുഴുവൻ പച്ചയായി നിൽക്കുന്ന അഥവാ ഉണങ്ങാത്ത വനങ്ങൾ, അതാണ് നിത്യഹരിത വനങ്ങൾ. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. The evergreen forest exists along the western Ghat and the north eastern states. എവിടേക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? വെസ്റ്റേൺ ഘാട്ടിൽ, പശ്ചിമഘട്ടത്തിൽ നമുക്ക് നിത്യഹരിത വനങ്ങൾ കാണാം. അതുപോലെ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗാലാൻഡ്, മിസോറാം, ത്രിപുര, വെസ്റ്റ് ബംഗാൾ, ആ ഏരിയയില്ലേ, അതാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ. ആ സംസ്ഥാനങ്ങളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നിത്യഹരിത വനങ്ങൾ കാണാൻ പറ്റും. വേർ ദർ ഇസ് ഹൈ ആനുവൽ റെയിൻഫോൾ, അവിടേക്ക് ശക്തമായ വാർഷിക വർഷപാതം, മഴ കിട്ടുന്നതാണ്. എല്ലാ വർഷവും വളരെ കൂടുതൽ മഴ കിട്ടുന്ന, ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഇത് രണ്ടും. ലയൺ ടെയിൽഡ് മെക്കാക്യൂ എന്താണ്? ലയൺ ടെയിൽഡ് മെക്കാക്യൂ അത് സിംഹവാലൻ കുരങ്ങ് എന്ന് പറയും അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്നേക്സ്, വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട പാമ്പുകൾ. എ വെറൈറ്റി ഓഫ് ഇൻസെക്ട്സ്, വ്യത്യസ്തമായ ഷഡ്പദങ്ങൾ. ആൻഡ് ഡിഫറെൻറ്റ് സ്പീസീസ് ഓഫ് ബട്ടർഫ്ലൈസ്, വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ടിട്ടുള്ള, വ്യത്യസ്ത സ്പീസീസിൽ പെട്ടിട്ടുള്ള ബട്ടർഫ്ലൈസ്. ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂമ്പാറ്റകൾ. ഇൻക്ലൂഡിങ് ദ അറ്റ്ലസ് മോത്ത്, അറ്റ്ലസ് മോത്ത് ഉൾപ്പെടെയുള്ളത് കേട്ടോ, ആർ ഫൗണ്ട് ഇൻ ദസ് ഫോറസ്റ്റ്. ഈ നിത്യഹരിത വനങ്ങളിൽ അതിനെല്ലാം കാണാൻ പറ്റും. അപ്പോൾ സിംഹവാലൻ കുരങ്ങുകളെയും അതുപോലെ തന്നെ വ്യത്യസ്ത ഇനം പാമ്പുകൾ, ധാരാളം ഷഡ്പദങ്ങൾ, അതുപോലെ തന്നെ പൂമ്പാറ്റകൾ ഒക്കെ കാണപ്പെടുന്നതാണ് നിത്യഹരിത വനങ്ങൾ. ഇതിനടുത്തത് ഡെസിഡോസ് ഫോറസ്റ്റ്. ഡെസിഡോസ് ഫോറസ്റ്റ്, ഡെസിഡോസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലപ്പൊഴിയും കാടുകൾ എന്നാണ്. ഡെസിഡോസ് ഫോറസ്റ്റ്, ഇലപ്പൊഴിയും കാടുകൾ. നോക്കാം.
Deciduous forest grow in areas where only seasonal rainfall is available. സീസണിൽ മാത്രം മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് ഡെസിഡസ് ഫോറസ്റ്റ് ഉണ്ടാവുക, ഇലപ്പൊഴിയും കാടുകൾ ഉണ്ടാവുക. അഥവാ മഴ കിട്ടുമ്പോൾ അത് നല്ല പച്ചയായിരിക്കും, മഴ പോയി കഴിഞ്ഞാൽ പിന്നീട് അത് ഉണങ്ങിയിട്ട് ഇലപ്പൊഴിയും. അതാണ് ഇലപ്പൊഴിയും കാടുകൾ. സീസണൽ റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിലാണ് എന്തുണ്ടാവുക, ഡെസിഡസ് ഫോറസ്റ്റ് ഉണ്ടാവുക. ഇറ്റ് ഫോംസ് ദ മേജർ നാച്ചുറൽ വെജിറ്റേഷൻ ഇൻ ഇന്ത്യൻ പെനിൻസുല. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വെജിറ്റേഷനാണ് ഡെസിഡസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡിയർ, വ്യത്യസ്ത മാനുകൾ, അതുപോലെ തന്നെ ഹെയർ എന്ന് പറഞ്ഞാൽ എന്താ, മുയലുകൾ, അതുപോലെ തന്നെ പീകോക്ക് മയിലുകൾ, ഹോൺബിൽസ് എന്ന് പറഞ്ഞാൽ വേഴാമ്പലുകൾ, സെവറൽ അതർ സ്പീസീസ് ഓഫ് ബേർഡ്, മറ്റു പലതരത്തിലുള്ള പക്ഷികളും അവിടെ കാണപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ഗോർ എന്താണ്, കാട്ടുപോത്ത്, ഇന്ത്യൻ ഗോർ കാട്ടുപോത്ത്, എലഫൻറ്റ് ആന, ടൈഗർ, ലിയോപാഡ് ആൻഡ് ദ ലൈക്ക് ആർ ഫൗണ്ട് ഇൻ ദിസ് ഫോറസ്റ്റ്. ഈ പറയുന്ന ആന, പിന്നെ കാട്ടുപോത്ത്, അതുപോലെ തന്നെ പുലി, ഇതൊക്കെ എവിടെ കാണപ്പെടുന്നുണ്ട്, ഈ ഡെസിഡിയസ് ഫോറസ്റ്റിൽ കാണപ്പെടുന്നുണ്ട്. ദിസ് ഫോറസ്റ്റ് വിച്ച് ഹാവ് എ വൈഡ് വെറൈറ്റി ഓഫ് ആനിമൽസ്. ഈ മേഖലയിൽ വ്യത്യസ്തമായ ആനിമൽസ് സ്ഥിതി ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. അടുത്ത ട്രോപ്പിക്കൽ ത്രോൺ ആൻഡ് ഷ്രബ്. ഉഷ്ണമേഖല മുൾച്ചെടികളും കുറ്റിച്ചെടികളും. ഉഷ്ണമേഖല മുൾച്ചെടികളും കുറ്റിച്ചെടികളും. As rainfall is meager, only thorny and shrub vegetation grow in Rajasthan desert. അല്ലേ, മഴ വളരെ കുറവായതുകൊണ്ട് തന്നെ കുറ്റിച്ചെടികളും മുൾച്ചെടികളും മാത്രമാണ് രാജസ്ഥാൻ മരുഭൂമിയിൽ വളരുന്നത്. ഇൻ ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ പെനിൻസുല, അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയുടെ മധ്യഭാഗങ്ങളിലും രാജസ്ഥാനിലുമൊക്കെ എന്തുമാത്രമാണ് വളരുന്നത്, മുൾച്ചെടികളും കുറ്റിച്ചെടികളും മാത്രമാണ് വളരുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്, very low rainfall. Camel, vulture, eagle and several reptiles inhabit in this dry region. അല്ലേ, ഒട്ടകങ്ങൾ അല്ലേ, ക്യാമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒട്ടകങ്ങൾ, അതുപോലെ തന്നെ വൾച്ചർ കഴുകൻ, ഈഗിൾ ആൻഡ് സെവറൽ റെപ്റ്റിൽസ്, അതുപോലെ തന്നെ ധാരാളം ഇഴജന്തുക്കൾ ഇൻഹബിറ്റ് താമസിക്കുന്നുണ്ട്. എവിടെ, ദിസ് ഡ്രൈ റീജിയൻ, ഈ വരണ്ട ഭൂമിയിൽ താമസിക്കുന്നുണ്ട്. നെക്സ്റ്റ് മാൻഗ്രോവ് ഫോറസ്റ്റ്. എന്താണ്, കണ്ടൽ കാടുകൾ എന്ന് പറയും. മാൻഗ്രോവ് കണ്ടൽ വനങ്ങൾ, കണ്ടൽ ഫോറസ്റ്റ്, കണ്ടൽ വനങ്ങളാണ് മാൻഗ്രോവ്സ്. These are the peculiar plant species that grow in saline soil. ഉപ്പുള്ള മണ്ണിൽ, ഉപ്പ് കലർന്ന മണ്ണിൽ വളരുന്ന ഒരു പ്രത്യേകതരം സസ്യങ്ങളാണ് എന്ത്, മാൻഗ്രോവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ കണ്ടൽ വനങ്ങൾ എന്ന് പറയുന്നത്. The mangrove forest protect the river banks. നദീതീരങ്ങളെ സംരക്ഷിക്കുന്നത് മാൻഗ്രോവ് ഫോറസ്റ്റാണ്. ആൻഡ് ദ കോസ്റ്റൽ സോൺ ഫ്രം ഷെൽവിങ്. അല്ലേ, നദിയുടെ കരഭാഗങ്ങൾ ഇടിഞ്ഞു പോകുന്നതിൽ നിന്ന് നദിയുടെ കരഭാഗങ്ങളെ, അതുപോലെ തന്നെ സമുദ്രത്തിൻ്റെ തീരപ്രദേശങ്ങളിലേക്ക് ശക്തമായ തിരമാല അടിക്കുമ്പോൾ ആ തീരപ്രദേശത്തെ അതിൽ നിന്നൊക്കെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്താണ്, കണ്ടൽ വനങ്ങളാണ്. The mangrove forest of West Bengal are the natural inhabitants of Bengal tiger. ബംഗാൾ കടുവ കാണപ്പെടുന്നത് എവിടെയാണ്, ബംഗാളിലെ ഈ മാൻഗ്രോവ് ഫോറസ്റ്റിലാണ് ബംഗാൾ കടുവ കാണപ്പെടുന്നത്. The mangrove roots provide a breeding ground to several species of fishes. ഇതിൻ്റെ മാൻഗ്രോവ് റൂട്ട് എന്തിനെ സൗകര്യപ്പെടുത്തുന്നുണ്ട്, ധാരാളം മത്സ്യങ്ങൾക്ക് വസിക്കുന്നതിനുള്ള സൗകര്യപ്പെടുത്തുന്നുണ്ട് ഈ മാൻഗ്രോവ് റൂട്ട്സ്. ഓക്കെ, മാൻഗ്രോവ് റൂട്ട്സിൽ എന്ത് കിട്ടുന്നുണ്ട്, ധാരാളം മത്സ്യങ്ങൾക്ക് അതിൻ്റെ ബ്രീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഭക്ഷണം, അതിനാവശ്യമായ ഭക്ഷണം ലഭിക്കുന്നത് ഇതിൻ്റെ റൂട്ടിൽ നിന്നാണ് എന്നുള്ളത്. ദ നെക്സ്റ്റ് മൗണ്ടൻ ഫോറസ്റ്റ്, പർവ്വതവനങ്ങൾ. The coniferous trees that grow in the higher reaches and mosses in the severely cold region fall in the category of mountain forest. എന്താണ്,
ദേവദാരു പൈൻ പോലെയുള്ള മരങ്ങൾ, ഉയർന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പർവ്വതങ്ങളിൽ മാത്രം വളരുന്ന ദേവദാരു പൈൻ പോലെയുള്ള മരങ്ങൾ, അതുപോലെ തന്നെ ശക്തമായ തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രം വളരുന്ന പായൽ വർഗ്ഗങ്ങളൊക്കെ ഏത് ഗണത്തിൽ പെടുന്നതാണ്? മൗണ്ടൻ ഫോറസ്റ്റിൽ പെടുന്നതാണ്. സെവറൽ റെയർ ആനിമൽസ് ലൈക്ക് musk deer, snow leopard and the Himalayan tahr have their habitat in this forest. അപൂർവമായി കാണപ്പെടുന്ന ചില മൃഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? അപൂർവമായി കാണപ്പെടുന്ന കസ്തൂരി മാന്, അതുപോലെ തന്നെ വെള്ളപ്പുലി അല്ലേ, അതുപോലെ തന്നെ ഹിമാലയൻ ടാർ, അത് ചെമ്മരിയാടുകൾ അല്ലെങ്കിൽ വരയാടുകൾ എന്നൊക്കെ പറയും. അതൊക്കെ എവിടെയാണ് വസിക്കുന്നത്? ഇത്തരം മൗണ്ടൻ ഫോറസ്റ്റുകളിലാണ് കാണപ്പെടുന്നത്. ദ ഹൈ റേഞ്ചസ് ഓഫ് വെസ്റ്റേൺ ഘാട്ട് ഈസ് ദ അബോർഡ് ഓഫ് ദ നീലഗിരി താർ അല്ലേ. നീലഗിരി താർ എന്ന് പറഞ്ഞാൽ വരയാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? വെസ്റ്റേൺ ഘാട്ടിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ, മൂന്നാറിലൊക്കെയാണ് അല്ലേ. വരയാടുകൾ കാണപ്പെടുന്ന സ്ഥലമാണ് മൂന്നാർ, വെസ്റ്റേൺ ഘാട്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യയിലെ നാച്ചുറൽ വെജിറ്റേഷനെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? മൗണ്ടൻ ഫോറസ്റ്റ്, മാൻഗ്രോവ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ തോൺ ആൻഡ് ഷ്രബ്സ്, ഡെസിഡസ് ഫോറസ്റ്റ്, അതുപോലെ തന്നെ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ഇങ്ങനെ 5 നമുക്ക് തരം തിരിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് പാരഗ്രാഫ്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് compared to other countries, India has unique and diverse physiography, climate, soil type, natural vegetation and animal life. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇന്ത്യക്ക് വളരെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയും മണ്ണിനങ്ങളും അതുപോലെ തന്നെ വെജിറ്റേഷനും ആനിമൽ ഒക്കെയുണ്ട് അല്ലേ. This diversity in its physical aspects is the reason for the cultural diversity in India. ഫിസിക്കലി ഉള്ള ഇത്തരം വൈവിധ്യങ്ങൾ തന്നെയാണ് സാംസ്കാരികമായിട്ട് ഇന്ത്യയിൽ ധാരാളം വൈവിധ്യങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. ഡിസ്പൈറ്റ് ഓൾ സച്ച് ഡൈവേഴ്സിറ്റീസ്, ഈ വൈവിധ്യങ്ങളൊന്നും പരിഗണിക്കാതെ ഇന്ത്യ സ്റ്റാൻഡ്സ് യുണൈറ്റഡ് ആസ് എ സിംഗിൾ നാഷൻ. ഇത്തരം വൈവിധ്യങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ ഒരു രാജ്യമായിട്ടാണ് നിലനിൽക്കുന്നത്. The feeling that we all are Indians keep us together. ഈ ഒരു ഫീലിംഗ്, നമ്മളെ ഇന്ത്യക്കാരെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് നമ്മളെ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ ആകെത്തുക ഇന്ത്യ എല്ലാം കൊണ്ടും ധാരാളം വൈവിധ്യങ്ങളുള്ളതാണ്. ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും വെജിറ്റേഷനിലും ഒക്കെ ധാരാളം വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആളുകളിലും ആ വൈവിധ്യം കാണാൻ സാധിക്കും. വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകൾ അവരുടെ വസ്ത്രധാരണത്തിലും ആഘോഷങ്ങളിലും അതുപോലെ തന്നെ കൃഷിരീതികളിലും വിളകളിലും ഭാഷകളിലും ഒക്കെ തന്നെ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ധാരാളമുള്ള വൈവിധ്യങ്ങളെ ഏകോപിപ്പിച്ച് നിർത്തുന്ന ഒരു ആശയം, ആ ആശയമാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം. ഓക്കെ.